54ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ആടുജീവിതത്തിലെ പ്രകടനത്തിന് പൃഥ്വിരാജ് സുകുമാരൻ മികച്ച നടനുള്ള പുരസ്കാരം സ്വന്തമാക്കി. രണ്ടുപേരാണ് ഇത്തവണ മികച്ച നടിക്കുള്ള പുരസ്കാരം പങ്കിട്ടത്. ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ഉർവശിക്കും, തടവ് എന്ന ചിത്രത്തിലൂടെ ബീന ആർ ചന്ദ്രനും മികച്ച നടിക്കുള്ള പുരസ്കാരം നേടി. 54ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ 9 പുരസ്കാരങ്ങളുമായി ആടുജീവിതം മുന്നിൽ. ആടുജീവിതത്തിലെ പ്രകടനത്തിന് പൃഥ്വിരാജ് സുകുമാരൻ മികച്ച നടനുള്ള പുരസ്കാരം സ്വന്തമാക്കി. ഇത്തവണ രണ്ടുപേർക്കാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം. ഉള്ളൊഴുക്കിലെ ഉർവശിക്കും തടവ് എന്ന ചിത്രത്തിലെ ബീന ആർ ചന്ദ്രനുമാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയത്. ബ്ലെസ്ലിയാണ് മികച്ച സംവിധായകൻ. മികച്ച ചിത്രമായി കാതലിനെ തെരഞ്ഞെടുത്തു. പൂക്കാലത്തിലെ പ്രകടനത്തിന് വിജയരാഘവൻ മികച്ച സ്വഭാവ നടനുള്ള പുരസ്കാരം നേടി. ഗ്രീഷ്മ ചന്ദ്രനാണ് മികച്ച സ്വഭാവ നടി. തടവ സിനിമയിലൂടെ ഫാസിൽ റസാഖ് മികച്ച നവാഗത സംവിധായകനായും തെരഞ്ഞെടുക്കപ്പെട്ടു. ആടുജീവിതം ചിത്രത്തിലെ പ്രകടനത്തിന് KR ഗോകുലിന് പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചു. കാതലിലെ അഭിനയത്തിന് സുധി കോഴിക്കോടിനും ഗഗനചാരി സിനിമയ്ക്കും പ്രത്യേക ജൂറി പരാമർശമുണ്ട്. സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്ററാണ് മികച്ച ഗായകനുള്ള പുരസ്കാരം നേടിയത്. ആൻ ആമി മികച്ച പിന്നണി ഗായികയായി തെരഞ്ഞെടുക്കപ്പെട്ടു. ജസ്റ്റിൻ വർഗീസാണ് മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം നേടിയത്. 160 സിനിമകളാണ് 2023 സംസ്ഥാന അവാർഡിനായി പരിഗണിക്കപ്പെട്ടത്. പ്രാഥമിക ജൂറി 2 സബ് കമ്മിറ്റികളായി തിരിഞ്ഞ് 80 സിനിമകൾ കാണുകയും 35 സിനിമകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയും ചെയ്തു. കുട്ടികളുടെ സിനിമകളിൽ 4 സിനിമകൾ പരിഗണിക്കപ്പെട്ടു. ന്യൂസ് ഡെസ്ക് മെട്രോ 7. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,